230 യാത്രക്കാരും 2 പൈലറ്റുമാരും 10 ക്രൂ ജീവനക്കാരും അഥവാ 10 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 217 മുതിർന്നവരും 13 കുട്ടികളും 2 പേർ നവജാത ശിശുക്കളുമായിരുന്നു എന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. ഈ 242 പേരിൽ 169 പേർ ഇന്ത്യക്കാരായിരുന്നു, 53 പേർ ബ്രിട്ടീഷ് പൗരന്മാരായിരുന്നു, 7 പേർ പോർച്ചുഗീസ് പൗരന്മാരാണ്, ഒരു കനേഡിയൻ പൗരനും ഈ വിമാനത്തിലുണ്ടായിരുന്നു. ഈ 169 ഇന്ത്യക്കാരിൽ ഒരാൾ മലയാളിയായ രഞ്ജിതയായിരുന്നു. പത്തനംതിട്ട സ്വദേശിനിയാണ്. UK-യിലെ നഴ്സായിട്ട് ജോലി ചെയ്യുന്ന രഞ്ജിത ഇന്ന് ലണ്ടനിലേക്ക് പുറപ്പെടുകയായിരുന്നു ഈ എയർ ഇന്ത്യയുടെ വിമാനത്തിൽ. ഇതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് 242 ആളുകളും മരിച്ചു എന്നുള്ളതാണ്. വിമാനത്തിൽ ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ വിമാനാപകട ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദുരന്തമാണിത്. ആദ്യത്തെ ദുരന്തം 1996 ഹരിയാനയിൽ നടന്ന ഒരു വലിയ ദുരന്തമാണ്. അന്ന് 2 ഇൻ്റർനാഷണൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അന്ന് 340-ലേറെ ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. എന്നാൽ ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്കാരും അതേപോലെ വിദേശ സഞ്ചാരികളുമുള്ള ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടൊരു വിമാനം ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്ന വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. അഹമ്മദാബാദിലെ ഈ ആകാശ ദുരന്തം എയർ ഇന്ത്യ 171 എന്ന ബോയിങ് 8 ഡ്രീം ലൈൻ ആണ് 787-8 ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇത്തരം വിമാനങ്ങൾ, പ്രത്യേകിച്ച് ലണ്ടനിലേക്ക് യാത്ര ചെയ്യുന്ന ഈ വിമാനങ്ങളെക്കുറിച്ചുള്ള നിരവധി വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഈ വിമാനത്തിൽ നേരത്തെ യാത്ര ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ആകാശ് എന്ന് പറയുന്ന ഒരു യാത്രക്കാരൻ പങ്കുവച്ച ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഞങ്ങളുടെ തന്നെ പ്രതിനിധി സുനിൽ ലണ്ടനിൽ നിന്ന് ഡൽഹിയിലേക്ക് എയർ ഇന്ത്യയുടെ വിമാനത്തിൽ യാത്ര ചെയ്തപ്പോൾ നേരിട്ട അനുഭവങ്ങളും പ്രേക്ഷകർ കേട്ടതാണ്. വിമാനത്തിലുള്ള മിനിമം സൗകര്യങ്ങൾ, ഫെസിലിറ്റി സൗകര്യങ്ങളൊന്നും തന്നെ പ്രവർത്തനക്ഷമമായിരുന്നില്ല. പാസഞ്ചറിൻ്റെ അമ്യൂണിറ്റീസ് പലതും പ്രവർത്തനക്ഷമമായിരുന്നില്ല എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നത്. എന്നാൽ വിമാനത്തിൻ്റെ എഞ്ചിൻ തകരാറുമായി നേരിട്ട് ബന്ധിപ്പിക്കാവുന്നവയല്ല ഇവയൊന്നും.